വൈകിട്ട് എല്ലാവരും റിസപ്ഷനായി ഹാളിലേക്ക് പുറപ്പെടുവാണ്. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മായിമാരും മക്കളുമൊക്കെ നേരത്തെ ഇറങ്ങി. ഇനി പോകാനുള്ളത് വൈഫവും അനിയും പിന്നെ ശിവയും ചിത്തുവുമാണ്. കുട്ടികൾ മൂവർ സംഘം നേരത്തെ എന്തോ പ്ലാനിട്ട് സിദ്ധുവിനൊപ്പം ഓടിയിരുന്നു. മുറ്റത്ത് കാറിൽ ചാരി നിൽക്കുവാണ് വൈഫവ്. കൂടെ അനിയുമുണ്ട്. പിച്ചു. സമയം കുറച്ചേറെ പോയതും അനി ടെൻഷനോടെ വൈഫവിനെ വിളിച്ചു. അവരെത്തുവേട്ടാ. ശാന്തമായ മുഖത്തോടെ വൈഫവ് അവനോട് പറഞ്ഞു. എങ്കിലും അവന്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. പകലുണ്ടായ ആ സംഭവത്തിന് ശേഷം ശിവയെ കണ്ടിട്ടില്ല. അവളുടെ റിയാക്ഷൻ എന്താകുമെന്നൊക്കെ ഓർത്ത് വീട്ടിലേക്ക് തിരിഞ്ഞതും കാണുന്ന അകത്തുനിന്ന് ഇറങ്ങി വരുന്നവരെയാണ്. അപ്പമ്മയുടെ ഇരുവശത്തുമായി അവരുടെ കൈകളിൽ പിടിച്ച് ഇറങ്ങി വരുവാണ് ശിവയും ചിത്തുവും. അനിയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കി. റോസ് പിങ്ക് കളർ പട്ടിൽ വൺ സൈഡിൽ പ്ലീറ്റിട്ട സാരിയാണ് ചിത്തുവിന്റെ വേഷം. കഴുത്തിൽ ചെറിയൊരു നെക്ലേസും അനി കെട്ടിയ താലിയും. ഇരു കൈകളിലുമായി 2 വളകൾ വീതം. അത്രയുമായിരുന്നു ചിത്തുവിന്റെ ഒരുക്കം. അനിയുടെ വിടർന്നു കണ്ണുകൾ അവളിൽ തന്നെ നോക്കി നിന്നുപോയി. വൈഫവിന്റെ പൂച്ച കണ്ണുകളും അവന്റെ പെണ്ണിലായിരുന്നു. പീക്കോക്ക് കളർ ഡിസൈനർ ലെഹങ്കയിൽ അതീവ സുന്ദരിയായി നിന്നു ശിവ. താലിക്കൊപ്പം ഗോൾഡും ഡയമണ്ടും കലർന്ന ചോക്കർ നെക്ലേസും അതിന്റെ മാച്ചും കമ്മലും വളകളുമായിരുന്നു അവൾക്ക്. വൈഫവിന്റെ പൂച്ച കണ്ണുകൾ പ്രണയത്തോടെ അവയെല്ലാം നോക്കി. അവർ നടന്നു മുറ്റത്തേക്ക് എത്തിയതും വൈഫവ് തലയൊന്നു കുടഞ്ഞു ശിവയിൽ നിന്ന് നോട്ടം മാറ്റി. അപ്പമ്മ വരുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചോ? വൈഫവ് ചോദിച്ചതും അപ്പമ്മ കണ്ണുകൾ കൊണ്ട് അവനോട് അതേ എന്ന് കാണിച്ചു. എന്റെ മക്കളെ നല്ലോണം നോക്കിക്കൊള്ളണേ. ശിവയെയും ചിത്തുവിനെയും പിടിച്ചുകൊണ്ട് വൈഫവിനെയും അനിയെയും നോക്കി പറഞ്ഞു അപ്പമ്മ. അവർ ഇരുവരും തലയാട്ടി കാണിച്ചു. പോയിട്ട് വരാം അമ്മേ. ശിവ അപ്പമ്മയെ നോക്കി പറഞ്ഞിട്ട് ചിത്തുവുമായി കാറിലേക്ക് കയറി. വൈഫവ് ഡ്രൈവിംഗ് സീറ്റിലും അനി അവനൊപ്പം ഫ്രണ്ടിലും കയറി. ശിവയും ചിത്തുവും ബാക്കിലും. അവരുടെ കാർ മുന്നോട്ടെടുത്തു പോയതും അപ്പമ്മ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. തന്റെ മക്കളുടെ ജീവിതത്തിന്റെ തുടക്കമാവണേ ഇതെന്നും. റിസപ്ഷൻ നടക്കുന്ന കൺവെൻഷൻ ഹാളിന്റെ മുന്നിലേക്ക് വൈഫവിന്റെ കാർ വന്നു നിന്നു. കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ട് നോക്കിയതും അവിടെ ഫ്രണ്ടിലെ ബോർഡ് കണ്ട് വൈഫവിന്റെയും ശിവയുടെയും കണ്ണുകൾ ഒന്നും ഇഴിഞ്ഞു. വെൽക്കം ടു ദ റിസപ്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ കപ്പിൾസ്. വൈഫവ് വേഴ്സ് ശിവാമി, അനിരുദ്ധ് വേഴ്സ് ചൈത്ര. വാട്ട്? ഇരുവരും ഒന്നിച്ചു പറഞ്ഞുപോയി. അനിയുടെയും ചിത്തുവിന്റെയും അവസ്ഥ മറിച്ചല്ല. ഇരു ജോഡികളുടെ റിസപ്ഷനാണ് അവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞതിന്റെ ഒരു ഞെട്ടൽ അവരിലുമുണ്ട്. വൈഫവ് ചാടി കാറിൽ നിന്നിറങ്ങി. കൂടെ ബാക്കിയുള്ളവരും. ഇവിടെ ഇങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നോ? അനി ചിരിയോടെ ചോദിച്ചു. അതിന് ഇതാരാ ഇതൊക്കെ? ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയ വൈഫവ് കാണുന്നത് തന്നെ കൂർപ്പിച്ചു നോക്കുന്ന ശിവയെയാണ്. ഉണ്ടക്കണ്ണ് കൂർപ്പിച്ച് നീ ഇങ്ങനെ നോക്കണ്ട. ഇത് ഞാനല്ല ചെയ്തേ. നീ അല്ലായിരുന്നു പിള്ളേരെയും കൊണ്ട് ഇതെല്ലാം ഒപ്പിച്ചത്. നിനക്കറിയില്ലായിരുന്നു ഇത്? പെണ്ണിന്റെ നോട്ടം കണ്ടവൻ ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ പ്രദർശന വസ്തു പോലെ നിങ്ങളുടെ കൂടെ കയറി നിൽക്കാൻ പോകുമല്ലേ ഞാൻ? എന്നെ കിട്ടില്ല അതിന്. അവന് മറുപടി പറഞ്ഞുകൊണ്ട് ശിവ ചുണ്ടുകൊട്ടി. ഇവള്. വൈഫവ് പല്ല് ഞെരിച്ചുകൊണ്ട് അവളോട് എന്തോ പറയാനായി ആഞ്ഞതും. എടാ, അതിന് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? നിങ്ങൾ രണ്ടുപേരും അടങ്ങ്. നമ്മുടെ റിസപ്ഷൻ ഒന്നായത് ഒന്നുകൂടെ നന്നായല്ലേ ഉള്ളൂ. രണ്ടുപേരെയും സംയോജിപ്പൻ എന്ന പോലെ അനി പറഞ്ഞു. തങ്ങൾക്കൊപ്പം ശിവയുടെയും വൈഫവിന്റെ റിസപ്ഷൻ ഒന്നിച്ചു നടന്നത് അനിക്കും ചൈത്രയ്ക്കും സന്തോഷവും ആശ്വാസവുമായിരുന്നു. ചിത്തു ശിവയുടെ കയ്യിൽ പിടിച്ചു കണ്ണുകൾ ചിമ്മി കാണിച്ചതും ശിവ ഒന്നടങ്ങി. അല്ല, ഇതെന്താ നിങ്ങളെല്ലാം വന്ന പോലെ വെളിയിൽ തന്നെ നിൽക്കുന്നേ? അകത്തോട്ട് കയറി വാ. എല്ലാവരും അകത്ത് കാത്തിരിക്കുക. അപ്പോ ഹാളിനകത്ത് നിന്നും വെളിയിലേക്ക് വന്ന അപ്പു വിളറിയ ചിരിയോടെ വിറച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ വിട്ടുപോകുന്ന ശബ്ദം കേൾക്കുമ്പോഴേ അറിയാം വൈഫവിനെ പേടിച്ചാണ് പെണ്ണ് നിൽക്കുന്നതെന്ന്. അപ്പുവിന്റെ പിറകെ സിദ്ധുവുമുണ്ട്. അപ്പു മുന്നിൽ വന്നതും വൈഫവ് അവളെ ഒന്നിരുത്തി നോക്കി. എന്റെ ഈശ്വരാ, പണി പാളി. സിദ്ധുട്ട ഹെൽപ്പ്. കടുവതേ എന്നെ നോക്കി പേടിപ്പിക്കുന്നു. ഞാനിപ്പോൾ കരയും കേട്ടോ. ചെക്കൻ്റെ നോട്ടം കൊണ്ട് പേടിച്ചു പോയ അപ്പു പയ്യെ അടുത്തു നിന്ന് സിദ്ധുവിന് പിറകിലേക്ക് വലിയാൻ തുടങ്ങി. നീ അവളെ നോക്കി പേടിപ്പിക്കേണ്ട വിച്ചു. ഇവളല്ല, മുത്തശ്ശ ഇത് ചെയ്തേ. അനിയേട്ടൻ്റെയും ചൈത്രയുടെയും റിസപ്ഷനൊപ്പം നിന്റെയും ശിവയുടെയും നടത്തണമെന്നത് മുത്തശ്ശിയുടെ തീരുമാനമാണ്. എനിക്ക് തോന്നി. സിദ്ധു പറഞ്ഞതും മുരണ്ട ശബ്ദത്തിൽ വൈഫവ് പറഞ്ഞു. അനി മുന്നോട്ട് വന്ന് വൈഫവിന്റെ തോളിൽ പിടിച്ചു. മുത്തശ്ശിയുടെ ആഗ്രഹമല്ലേടാ, അത് നടക്കട്ടെ. ഈ ദിവസത്തെ സന്തോഷം നിങ്ങൾക്കൊപ്പമാക്കുന്നതിന് എനിക്ക് ദേ ഇവൾ. വൈഫവിനോട് പറയുന്നതിനിടെ അനി ചൈത്രയെ നോക്കി. എന്നാൽ അവളുടെ നോട്ടം മറ്റെവിടെയായിരുന്നു. അവൻ സംസാരിക്കുന്നത് ഒരു നോട്ടം കൊണ്ട് പോലും ചൈത്ര ശ്രദ്ധിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരുടെയും സന്തോഷം കെടുത്തണ്ട. ഇതിങ്ങനെ നടക്കട്ടെ. അതേ വെച്ചു, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട. അനിയെ അനുയോജിച്ച് സിദ്ധു കൂടെ പറഞ്ഞതും വൈഫവ് ശിവയെ ഒന്ന് നോക്കി. എനിക്ക് കുഴപ്പമില്ല. അവന്റെ നോട്ടം മനസ്സിലായതുപോലെ ശിവ പറഞ്ഞു. വീർപ്പിച്ചു കെട്ടിയ മുഖവുമായി നിൽക്കുന്നവളെ കാണാൻ അവന്റെ ചുണ്ടു വിടർന്നു. പൊങ്ങി വന്ന ചെറുചിരിയോടെ തന്നെ അവൻ അനിയുമായി മുന്നോട്ട് നടന്നു. അവർക്ക് പിറകെ കൈകൾ കൂട്ടിപ്പിടിച്ച് ശിവയും ചിത്തുവും. ഇരു ജോഡികളും ഹാളിലേക്ക് പ്രവേശിച്ചു. അകത്തേക്ക് കയറുന്നതിന് തൊട്ടു മുന്നേ ശിവ ചിത്തുവിന്റെ കൈപിടിച്ച് പുറകോട്ട് മാറിയിരുന്നു.
അനിയേട്ടനൊപ്പം ചിത്തു കയറണമെന്നത് ശിവയ്ക്ക് തോന്നി. അവളുടെ നീക്കം കണ്ട വൈഭവും ശിവയ്ക്കരികിലേക്ക് പിന്നിലേക്ക് പോയിരുന്നു. 4 പേരും അകത്തേക്ക് കയറിയതും അവർക്ക് മുന്നിലായി ഒരുക്കി വെച്ചിരുന്ന പൂത്തിരി നിരനിരയായി മിന്നി. ഒരു ഗ്രാൻഡ് വെൽക്കമായിരുന്നു കുട്ടികൾ അവർക്കായി ഒരുക്കിയത്. കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും മംഗലത്തെ ഓഫീസുകളിലെ ഒട്ടുമിക്ക സ്റ്റാഫുകളും ആ വലിയ ഹാളിലുണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ നവദമ്പതിമാരിലായിരുന്നു. എല്ലാവരുടെയും നോട്ടം തന്നിലേക്കാണെന്ന് കണ്ട ചൈത്രയ്ക്ക് വല്ലാത്ത അസഹിഷ്ണുത തോന്നി. വല്ലാത്തൊരു വെപ്രാളവും വിറയലും അവളെ ചുറ്റി. അവൾക്കരികിൽ നിന്ന് അനിക്ക് തൻ്റെ പെണ്ണിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അനി മുന്നും മുന്നും നോക്കാതെ ചൈത്രയുടെ വിറയ്ക്കുന്ന കൈയിലേക്ക് കയറി പിടിച്ചു. ചിത്തു ഞെട്ടലോടെ അവനെ തുറിച്ചു നോക്കി. സ്റ്റേജിലെത്തുമ്പോഴേക്കും ഞാൻ വിട്ടോളാം, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, പ്ലീസ്. അവൻ്റെ പിടിയിൽ നിന്ന് കൈ വലിച്ചു മാറ്റാൻ ശ്രദ്ധിക്കുന്നവളെ നോക്കി അപേക്ഷ നിറഞ്ഞ സ്വരത്തിൽ അനി പറഞ്ഞതും ചൈത്രയുടെ കരങ്ങൾ ഇടറി. അവളുടെ കണ്ണുകൾ ചുറ്റുമോടി. സന്തോഷത്തോടെ തങ്ങളെ നോക്കുന്ന മുത്തശ്ശിയെയും കുട്ടികളെയും പിന്നെ തൻ്റെ ശിവയെ കണ്ടതും അവൾ സ്വയം നിയന്ത്രിച്ചു. നീ എന്തിനാ ചിത്തു പേടിക്കുന്നേ? ഒഴിഞ്ഞു മാറി എല്ലാവരിൽ നിന്നും മറഞ്ഞു നിൽക്കാൻ നീയാണോ തെറ്റ് ചെയ്തത്? അല്ലല്ലോ. അപ്പോൾ തല ഉയർത്തി തന്നെ എല്ലാവർക്കും മുന്നിൽ നിൽക്കണം എൻ്റെ ചിത്തു. എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി, നിന്റെ സ്വാഭിമാനത്തിന് വേണ്ടി. ശിവ തന്നോട് പറഞ്ഞ വാക്കുകൾ അവൾക്കുള്ളിലേക്ക് വന്നു. ആ വാക്കുകളെ മുറുക്കി പിടിച്ചോണ്ട് അനിക്കൊപ്പം നടന്നു അവൾ, തല പൊക്കി പിടിച്ചോണ്ട് തന്നെ. തൻ്റെ മുന്നേ പോകുന്നവരെ കണ്ടു സന്തോഷത്തോടെ നടന്നതും ശിവയുടെ കാലൊന്നിടറി. അവൾ മുന്നോട്ടൊന്ന് തട്ടി. ഹേ, യു ഓക്കേ? പെട്ടെന്ന് വൈഭവ് ശിവയുടെ കൈക്ക് പിടിച്ചു ചോദിച്ചു. ഐ ആം ഫൈൻ. അവൻ്റെ കൈ തട്ടിമാറ്റി ഇറുകിയ മുഖത്തോടെ അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു ശിവ. എന്നിട്ട് കലിപ്പോടെ സ്പീഡിൽ മുന്നോട്ട് തടന്നതും അവളുടെ പാവാടയിൽ തട്ടി അവൾ പിന്നെയും മുന്നോട്ട് വീഴാനാഞ്ഞു. ഇവളെ സമ്മതിക്കില്ല. പല്ല് ഞെരിച്ചുകൊണ്ട് അടുത്ത നിമിഷം വീഴാൻ പോയ ശിവയെ ഇരു കൈകളുമായി കോരിയെടുത്തു വൈഭവ്. ശിവ ഒന്നേങ്ങിപ്പോയി. അവളുടെ ഉണ്ട കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ആ ഒരൊറ്റ സീൻ അവിടെ കൂടി നിന്നവരുടെ എല്ലാം കണ്ണുകൾ അമ്പരപ്പിച്ചു. ആദി ആവേശത്തിൽ ഒരു വിസിലടിച്ചു. കൂട്ടത്തിൽ കുട്ടികൾ സന്തോഷത്തോടെ കൈയടിച്ചു തുടങ്ങി വിട്ടതും ആ നിറസദസ്സ് കയ്യടികൾ ഏറ്റുവാങ്ങി. ഡോക്ടറെ, താൻ എന്തുവാ ഈ കാണിക്കുന്നേ? എന്നെ താഴെ ഇറക്കിക്കേ. ശിവ വൈഭവിൻ്റെ കയ്യിൽ കിടന്ന് കുതറി. മര്യാദയ്ക്ക് നടക്കുമായിരുന്നേ ഇങ്ങനെ എനിക്ക് പൊക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ചോദിച്ചതല്ലേ നിന്നോട് ഞാൻ, നീ ഓക്കെ ആണോന്ന്. അപ്പോൾ എന്തായിരുന്നു ജാടക? ഇനിയിപ്പോൾ അവിടെ കയ്യിൽ കിടക്കുന്നവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് പെണ്ണിനെ ഒന്നുകൂടെ ഇറുക്കി പിടിച്ചു വൈഭവ്. ദേ, മര്യാദയ്ക്ക് എന്നെ താഴെ നിർത്തിക്കോ. ഇല്ലേ. അവൾ പറഞ്ഞു തീരും മുന്നേ ഒറ്റ പിരിയം പൊക്കി അവൻ ചോദ്യമെത്തി. ഇല്ലേ, ഞാൻ തന്നിൽ നോട്ടമിട്ട അവൻ്റെ കണ്ണുകളെ താങ്ങാനാകാതെ ശിവ ഒന്ന് വെക്കി. ഇല്ലേൽ നീയല്ല, ഞാനാ ചെയ്യാൻ പോകുന്നത്. നീ അടങ്ങിക്കിടന്നില്ലേ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നീ അറിഞ്ഞതല്ലേ? ചുണ്ടിൽ വരുന്ന കുസൃതി ചിരിയോടെ അവൻ ചോദിച്ചതും ശിവയുടെ ചുണ്ടുകൾ ദേഷ്യത്തിൽ കൂർത്തു. അവനെ പരിഹസിക്കുന്നത് പോലെയാണ് ശിവയ്ക്ക് തോന്നിയത്. ബി കോർപ്പറേറ്റ് മൈ ലേഡി, എവരിവൺസ് വാച്ചിങ്. ശിവയെ ഒന്നുകൂടെ എടുത്തു പൊക്കി അവളുടെ കാതോരം പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞതും ശിവ കണ്ണുകൾ മുറുകെ അടച്ചു. അവൻ്റെ ആ പതിഞ്ഞ ശബ്ദമാണ് പലപ്പോഴും അവളുടെ മനസ്സിനെ ഇളക്കുന്നത്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കൂടെ മനസ്സിലായ അവൾ സ്വയം സംയമനം പാലിച്ചു. അങ്ങനെ അനിക്കും ചൈത്രയ്ക്കുമൊപ്പം വൈഭവും ശിവയെയും എടുത്തുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി. എല്ലാവരും സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. എന്നാൽ അവരെ തന്നെ നോക്കി നിന്ന 2 ജോഡി കണ്ണുകളിൽ അടങ്ങാത്ത പക തികട്ടി. മീര നിൽക്ക്, പോകാതെ. ഹാളിൽ നിന്ന് പാഞ്ഞ് വെളിയിൽ വന്ന മീരയുടെ കയ്യിൽ പിറകിൽ നിന്ന് പിടിച്ചു കാർത്തി പറഞ്ഞു. വിട് കാർത്തികെ, ഞാൻ പോവുക. അവരുടെ ഈ കൂത്ത് കാണാനല്ല ഞാൻ വന്നേ. റിസപ്ഷൻ വൈഭവിൻ്റെയും ശിവാമിയുടെയും ആണെന്ന് അറിഞ്ഞില്ലേ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. കാർത്തികിൻ്റെ കൈ തട്ടി മാറ്റി ദേഷ്യത്തിൽ പുലമ്പി മീര. അപ്പോൾ താൻ മറന്നോ നമ്മുടെ പ്ലാൻ? എടോ, ഇപ്പം നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയില്ലേ? സ്വന്തം റിസപ്ഷൻ്റെ ഇടയിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായാൽ ശിവാമിക്കും വൈഭവിനും അതല്ലേ ഏറ്റവും വലിയ അടി. സോ താൻ പോകാതെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ നടത്താം. പ്ലീസ്, താൻ എനിക്കൊപ്പം തിരിച്ചു വാ. കാർത്തിക് പറഞ്ഞത് മീര ഒരു നിമിഷം ആലോചിച്ചു. ശിവാമിയെ വൈഭവ് കൈകൾ എടുത്തുകൊണ്ട് വന്ന കാഴ്ച തന്നിൽ ഉണ്ടാക്കിയ പ്രകമ്പനം ചെറുതല്ല. അവളുടെ മുഖത്തെ ചിരിയും എല്ലാവരുടെയും സന്തോഷവും ഒക്കെ ഇന്നും ആയണം. അത് തനിക്ക് കാണണം. മനസ്സിൽ പറഞ്ഞുകൊണ്ട് മീര കാർത്തിക്കിനൊപ്പം തിരികെ ഹാളിലേക്ക് കയറി. കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും കൂടി ശിവയെയും ചൈത്രയെയും പൊതിഞ്ഞിരുന്നു. മാണിക്യമംഗലത്തെ പുതിയ മരുമക്കളെ കാണാൻ ആളുകൾ തിങ്ങി. മുത്തശ്ശിയും സൗദാമിനിയും ലതയും കൂടി ശിവയ്ക്കും ചൈത്രയ്ക്കും കൂടെ നിന്നു. അനിയും വൈഭവും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടുന്ന് മാറി. ഇല്ലേൽ കണ്ണി കണ്ട അമ്മായിമാരും ചിറ്റന്മാരും കൂടെ കുശലം ചോദിക്കാൻ വരുമെന്നവർക്കറിയാം. ഏട്ടത്തിയമ്മേ, ഒന്നിങ്ങ് വരുമോ? എൻ്റെ പിറകിലെ സിബ് മാറിക്കിടക്കുക. ശിവയ്ക്ക് അരികെ വന്ന് അപ്പു പയ്യെ പറഞ്ഞതും ശിവ ചൈത്രയ്ക്ക് ഒന്ന് നോക്കി. ചൈത്രയുടെ നിഴൽ പോലെ ശിവ കൂടെ നിൽക്കുമായിരുന്നു. ചിത്തു ചെല്ലാൻ പറഞ്ഞതും ശിവ അപ്പുവുമായി കുറച്ചു മാറി. ഒഴിഞ്ഞ ഒരിടത്തേക്ക് ചെന്ന് അപ്പുവിൻ്റെ ഫ്രോക്കിൻ്റെ ബാക്കിലെ സിബ് ശരിയാക്കി. എവിടെ നിന്റെ വാലാട്ടിക്കൂട്ടങ്ങൾ രണ്ടും? ശിവ തിരക്കി.
ഓ, അവരുടെ കാര്യം ഒന്നും പറയണ്ട ഏട്ടത്തി. ആ ആദ്യ ചെക്കൻ കിട്ടിയ തക്കത്തിന് ആരുവിനെ സൈറ്റടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വെറുതെ എന്തിനാ രണ്ടിൻ്റെയും കട്ടുറുമ്പാകുന്നതെന്ന് ഓർത്ത് ഇങ്ങോട്ട് പോന്നു. പിന്നെ കട്ടുറുമ്പായി പോലും. നിനക്ക് സിദ്ധോട്ടനോട് കൊഞ്ചാനല്ലേ പെണ്ണെ അവരുടെ ഇടയിൽ നിന്ന് മാറിയത്? ശിവ കള്ളശകാരത്തിൽ ചോദിച്ചതും അപ്പു അവളെ ഒന്ന് ഇളിച്ചു കാണിച്ചു. ഷോ, ഈ ഏട്ടത്തിയമ്മയുടെ ഒരു കാര്യം എല്ലാം അങ്ങ് കണ്ടുപിടിച്ച് കളയും കള്ളി. ശിവയുടെ താളിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചിട്ട് ഓടി അപ്പു. ഈ പെണ്ണിനെ ഒരു ദിവസം ആ കടുവ പിടിക്കും. ഓടിപ്പോകുന്നവളെ നോക്കി ശിവ ചിരിയോടെ പറഞ്ഞു. ശിവാമി. പെട്ടെന്ന് പിറകിൽ നിന്ന് പരിചയമുള്ള വിളി കേട്ട് ശിവ തിരിഞ്ഞു നോക്കി. ഹരി ഡോക്ടറെ. വിളിച്ചയാളെ കണ്ടതും ശിവയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. ശിവ സൗപർണയിൽ ജോലിക്ക് കയറിയ സമയം മുതൽ ഹരി ഡോക്ടറെ നന്നായി അറിയാമായിരുന്നു. സേതുവിനെ ആദ്യം ചികിത്സിച്ചതും ഹരിയാണ്. ശിവയെ കണ്ട നാൾ തൊട്ടേ പറയാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഹരിക്ക്. കുറെ ആയല്ലോ കണ്ടിട്ട്. ഞാനിടയ്ക്ക് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അന്വേഷിച്ചു ഡോക്ടറെ. അപ്പോൾ അറിഞ്ഞു ലീവിലാണെന്ന്. അതേടോ, അച്ഛന് വയ്യാതായപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. പിന്നെ തിരിച്ചു വന്നപ്പോഴാ താനും വൈഭവ് സാറും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ കാര്യം അറിഞ്ഞത്. കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. പരുത്തിച്ചേർത്ത പോലൊരു ചിരിയോടെ ഹരി പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിച്ചു. ശിവയും ഒന്ന് നിശ്വസിച്ചു. അപ്പോൾ അവളുടെ മുഖത്തെ സന്തോഷക്കുറവ് ഹരി ശ്രദ്ധിക്കുകയും ചെയ്തു. ഹരി വീണ്ടും അവളോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ശിവയും അവൻ്റെ കമ്പനി നല്ലതുപോലെ എൻജോയ് ചെയ്തു. പക്ഷേ അവർ രണ്ടുപേരും അറിഞ്ഞില്ല അവരെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന വൈഭവിൻ്റെ പൂച്ച കണ്ണുകളെ. മാറി നിന്ന് ഹരിയോട് ചിരിച്ച് സംസാരിക്കുന്നവളെ കാണാൻ അവന് ദേഷ്യം തോന്നി. പെണ്ണിനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ കുറച്ചു നേരമായി നോക്കുന്നു. അപ്പോഴെല്ലാം അവനെ മൈൻഡ് ചെയ്യാതെ ശിവ ചൈത്രയുടെ പുറകെ നടന്നു. കയ്യിൽ പിടിച്ചിരുന്ന വിസ്കി വായിലേക്ക് കമഴ്ത്തിയിട്ട് ദേഷ്യത്തോടെ ആ ഗ്ലാസ് അവിടെ വെച്ച് വൈഭവ് അവർക്കടുത്തേക്ക് നടന്നു. അപ്പോൾ ഇനി ഹോസ്പിറ്റലിലേക്ക് താൻ തിരികെ വരുന്നില്ലേ? ശിവയോട് ചോദിക്കുമ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഹരിയുടെ കണ്ണിൽ തെളിഞ്ഞിരുന്നു. ശിവയെ വീണ്ടും കാണാനായി. സൗപർണയുടെ ഉടമ വൈഭവിൻ്റെ ഭാര്യ ശിവാമി വൈഭവിന് വീണ്ടും ഹോസ്പിറ്റലിൽ ജോലിക്ക് വരേണ്ട ആവശ്യമില്ല ഹരി. ആ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ പെണ്ണിൻ്റെയാണ്. വൈഭവിൻ്റെ ഗാംഭീര്യമാർന്ന ശബ്ദം അവിടെ ഉയർന്നു. അത് കേട്ട് ഞെട്ടിയ ഹരിയും ശിവയും നോക്കിയത് വൈഭവിൻ്റെ പൂച്ച കണ്ണുകളിലേക്കായിരുന്നു. ഹരിയെ തന്നെ നോക്കി വന്നവൻ ശിവയ്ക്കരികിലേക്ക് നിന്ന് അവളെ അരയിൽ കൂടി പിടിച്ചു തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അത് ശിവ അല്ലേ, ഞാൻ മാഡത്തിനോട് വെറുതെ ചോദിച്ചതാ. ഹരി ഒന്ന് വിക്കി. അവളോട് വെറുതെയും കാര്യത്തിലും ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട് ഹരി, ഞാൻ മാത്രം മതി. ഹരിയുടെ പിടയ്ക്കുന്ന കണ്ണുകളെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് വൈഭവ് പറഞ്ഞതും ഹരി ഒന്ന് പതറി. ശിവ അമ്പരപ്പോട് വൈഭവിനെ നോക്കി. ഇങ്ങേർക്ക് പെട്ടെന്ന് ഇതെന്നാ പറ്റിയേ, അവൾ മനസ്സിലോർത്തു. എന്നാ ഞാൻ ചെല്ലട്ടെ? ഒരു ഉപ്പിച്ചിരി വരുത്തി വൈഭവിനെയും ശിവയെയും നോക്കി പറഞ്ഞു ഹരി അവിടെ നിന്ന് പോയി. എന്നോട് മിണ്ടാനേ നിനക്ക് ബുദ്ധിമുട്ടുള്ളൂ അല്ലേടി? ഹരി പോയതും വൈഭവ് ശിവയെ കലിപ്പിൽ നോക്കി ചോദിച്ചു. ഞാൻ ആരോട് മിണ്ടണ്ടെന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. ആഫ്റ്റർ ഓൾ ഐ ആം യുവർ കോൺട്രാക്ട് വൈഫ്. ഞാനും നിങ്ങളുമായുള്ള എഗ്രിമെൻറ്റിൽ ഒരു കാര്യമുണ്ടായിരുന്നു. നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ സ്പേസ് അത് മറ്റൊരാൾ കൈവയ്ക്കില്ലെന്ന്. അത് മറക്കണ്ട. അവൻ്റെ പിടിയിൽ നിന്ന് കുതറി മാറി ശിവ പറഞ്ഞു. ദേഷ്യപ്പെട്ടെങ്കിലും സങ്കടം കൊണ്ട് ഉള്ളു തുടിക്കുമായിരുന്നു അവളുടെ. കോൺട്രാക്ട് ഉണ്ടേലും ഇല്ലേലും നിന്റെ കഴുത്തിലെ താലി ഈ വൈഭവ് കെട്ടിയതാ. നിന്നിലുള്ള എൻ്റെ അവകാശം വേറൊരുത്തനുമായി ശൃംഗരിക്കാൻ പോകുമ്പോൾ അതുകൂടി ഓർത്താൽ കൊള്ളാം. ശിവയ്ക്ക് മുന്നിൽ താഴാൻ തയ്യാറാകാതെ വൈഭവ് പറഞ്ഞു. തന്നെ അവോയ്ഡ് ചെയ്ത് ഹരിയോടുള്ള അവളുടെ സംസാരത്തിൽ അത്രയും ദേഷ്യം തോന്നിയിരുന്നു അവന്. എന്താ പറഞ്ഞേ? വേറൊരുത്തരുമായി ശൃംഗരിക്കാൻ പോയെന്നോ? വാ, കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. അപ്പോൾ നിങ്ങൾക്കൊരു ന്യായം എനിക്കൊരു ന്യായം അല്ലേ? അല്ല, താലി കെട്ടിയതിൻ്റെ കണക്ക് പറയുന്നുണ്ടല്ലോ. താലിയുടെ മഹത്വം എന്താണെന്ന് അറിയുമോ വൈഭവ് വർമ്മയ്ക്ക്? നിങ്ങൾക്ക് ഒരാണ് കഴുത്തിൽ ആ മഞ്ഞച്ചരട് അണിയുമ്പോൾ അത് ഏറ്റുവാങ്ങുന്ന പെണ്ണ് അവളുടെ നെഞ്ചിൽ നിധി പോലെ സൂക്ഷിക്കുന്ന പവിത്രമാണ് താലി. നാടകമാണെന്ന് അറിഞ്ഞിട്ടും ഒത്തിരി ആയുസ് ഉണ്ടാവില്ലെന്ന് അറിയാമായിരുന്നിട്ടും ഞാനും എൻ്റെ നെഞ്ചിൽ നിങ്ങൾ കെട്ടിയ താലി കൊണ്ട് നടന്നത്. അതിൻ്റെ മഹത്വം ഇല്ലാതാക്കിയത് നിങ്ങൾ തന്നെയാ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ ചൂടുപാർന്ന തീ പോലെ ദേഷ്യത്തിൽ അവൾ പറഞ്ഞതും വൈഭവ് ഒന്ന് പതറി. ശിവ, നീ എന്താ പറയുന്നേ? അറിയില്ലേ ഞാൻ എന്താ പറയുന്നതെന്ന്? സ്റ്റേജിൻ്റെ പിറകിൽ നിന്ന് നിങ്ങൾ ഒരുത്തിയെ വാരി പുണരുന്നത് ഞാൻ കണ്ടതാ. വിറയ്ക്കുന്ന മുഖത്തോടെ അവൾ അലറി. നടാഷ. പെട്ടെന്ന് വൈഭവിൻ്റെ ചുണ്ട് ചലിച്ചുപോയി. തന്നെയും അവളെയും ഒന്നിച്ചു കണ്ടു ശിവ. പെട്ടെന്ന് അവൻ എന്തോ ശിവയോട് പറയാനായി ആഞ്ഞതും ഹേയ് ബേബി എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടി വന്ന നടാഷ വൈഭവിനെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചതും ഒരുമിച്ചായിരുന്നു.